ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ നമ്മുടെ ഓണ സ്പെഷ്യൽ സാമ്പാറാണ് വയ്ക്കണത്. അപ്പൊ സാമ്പാർ നമുക്ക് സദ്യക്ക് ഒരു സ്പെഷ്യലാണ് സാമ്പാർ. ഡെയിലി എല്ലാവരും വയ്ക്കണാണ്. അപ്പൊ ഞാൻ ഇന്ന് സാമ്പാറിന് പിടിക്കാന്ന് വിചാരിച്ചു. അപ്പൊ എന്താന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസത്തെ ഉള്ളിക്കറി ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ഉള്ളിക്കറിയുടെ ബാക്കിയുണ്ട്. അപ്പൊ ഇന്നൊരു സാമ്പാർ വെച്ചാൽ നമുക്ക് ചോറ് കഴിക്കണവർക്ക് ചോറിനും ആയി, ചപ്പാത്തി കഴിക്കണവർക്ക് ചപ്പാത്തിക്കായി. അപ്പൊ പെട്ടെന്ന് പണിയും കഴിയൂല. പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? അപ്പൊ ഞങ്ങൾ ഇവിടെ സുഖമായിട്ടിരിക്കാൻ ട്ടാ. അപ്പൊ ഞങ്ങളത് അമ്മൂസത് ഉച്ചക്കാണ് ക്ലാസ് പഠിക്കാൻ പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ പരീക്ഷയാണ് അവർക്ക്. അപ്പൊ അവള് റെഡി ആയിട്ടിരിക്കുകയാണ്. പിന്നെ റൂബിയൊക്കെ അല്ല ചോറൊക്കെ കൊടുത്ത് റൂബി അവക്കടെ പുറകെ ഓടി അങ്ങോട്ട് മുകളിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ ഉണ്ണിക്കുട്ടൻ ഇന്ന് പോയിട്ടില്ല. ഉണ്ണിക്കുട്ടൻ ഇന്ന് ലീവാകും. അപ്പൊ ജിമ്മിലൊക്കെ പോയാണെങ്കിൽ ഇന്ന് ഭയങ്കര ഭാരം എടുത്തെന്നും പറഞ്ഞിട്ട് ഭയങ്കര തളർച്ചാന്നും ഒന്നും പോയിട്ടില്ല. അതുകൊണ്ട് മേളിൽ കിടപ്പുണ്ട്. പിന്നെ അപ്പൊ ഇന്ന് പോയപ്പോ തൂക്കി നോക്കിയപ്പോ 4 കിലോ കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ പോണേല് പുരോഗതി ഉണ്ട് ട്ടോ അവൻ പോണേല്. ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അവൻ ജിമ്മിൽ പോകുന്നു. ഇപ്പൊ അവൻ പണ്ടത്തേലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പൊ എല്ലാ കാര്യത്തിലും ഇപ്പൊ ജോലിയുടെ കാര്യത്തിലാണെങ്കിലും ഉത്തരവാദിത്തങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ അവന് വന്നിട്ടുണ്ട്. അത് സ്വയം അങ്ങനെ മാറിയിട്ടുണ്ട്. പിന്നെ ജിമ്മിലൊക്കെ അവൻ തന്നെ സ്വയമായിട്ട് പോയതാണ്. മറ്റേ ജിമ്മിൽ പോടാ വണ്ണം കൂടുതലാണ് പോടാന്ന് പറഞ്ഞാൽ പോകില്ലായിരുന്നു. ഇപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ പോവാന്നും പറഞ്ഞ് 2 പെങ്ങന്മാരെ ഉണ്ണീനെയും വിളിച്ചോണ്ട് പോകും, ഇവളെയും വിളിച്ചോണ്ട് പോകും. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി ബൈക്കിന് പോകും, അവള് അവിടെ നിന്നും വരും. എന്നിട്ട് 3 നേരം കൂടിയാണ് ജിമ്മിൽ പോണത്. അപ്പൊ ഇന്നിപ്പോ ഞാൻ നമ്മുടെ ടൈഗറിന് ചോറ് കൊണ്ടുപോയപ്പോ 10 മണി അവര് തിരിച്ചു വരുമ്പോ അപ്പൊ ഞാൻ ടൈഗറിന് ചോറ് കൊണ്ടുപോയാണ്. എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. 4 കിലോ കുറഞ്ഞ അമ്മയെന്നും പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. അപ്പൊ അവന് ഒരു 2 മാസമായി. പിന്നെ ഇവിടെ നമ്മുടെ റൂമിൽ തന്നെ അവന് എങ്ങനെ എക്സസൈസ് ഒക്കെ എടുത്ത് ഒരു 6 കിലോ അങ്ങനെ കുറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ചെന്നപ്പോ തന്നെ തൂക്കി നോക്കിയിട്ടുണ്ടെന്ന് 6 കിലോ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പോയിട്ടിപ്പ 3 ആഴ്ച ആയിട്ടുണ്ട് പോയിട്ട്. 3 ആഴ്ച ആയിട്ടുണ്ട് അവര് പോകാൻ തുടങ്ങിയിട്ട്. അപ്പൊ 4 കിലോ കൂടി കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സുഖം. നമുക്ക് കിച്ചണിലൊക്കെ പോവാ. ബാ. മണ്ണിന്റെ ചട്ടിയിലാണ് ട്ടാ. നമ്മള് നേരത്തെ ഒരു ഇറച്ചി വയ്ക്കാൻ വേണ്ടി മേടിച്ച ഒരു ചട്ടിയാണ്. ഇറച്ചി വയ്പ്പൊന്നും ഇല്ല. അന്ന് ഇറച്ചി വെച്ച് പിന്നെ എടുക്കാറൊന്നുമില്ല. പിന്നെ വെറുതെ ഇവിടെ ഇരിക്കാണ്. അപ്പൊ ഞാൻ ഇതിൻ്റെ അകത്താണ് ഇന്ന് സാമ്പാർ വെക്കാൻ പോണത്. അപ്പൊ ഞാൻ കുറച്ച് പരിപ്പ്, നമുക്ക് ആവശ്യത്തിനുള്ള പരിപ്പ് എന്ന് പറഞ്ഞാൽ 1 ഗ്ലാസ് പരിപ്പ്. അപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ ഇന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉച്ചക്ക് വൈകുന്നേരമൊക്കെ ആകുമ്പോൾ സാമ്പാർ ആകുമ്പോൾ ചിലവായി പോയിക്കോളും. ചപ്പാത്തിയൊക്കെ കഴിക്കണ കാരണം അതിന്റെ കൂടെ ഒഴിച്ച് നമുക്ക് കഴിക്കാലോ. ഇവിടെ ചപ്പാത്തിക്കാരാണ് കൂടുതൽ. അപ്പൊ ഇത്രയും പരിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് ഞാനൊന്ന് കഴുകട്ടെ. കലത്തിൽ വയ്ക്കണ കാരണം നമ്മള് ഇച്ചിരി സമയം പിടിക്കും. സാധാരണ ഞാൻ കുക്കറിലാണ് വയ്ക്കാറ്. എളുപ്പത്തിന് വേറെ കുക്കറിലായിരുന്നു. ഇപ്പൊ നിങ്ങളെ കാണിക്കാം. അന്ന് ഞാനൊരു സാമ്പാർ വയ്ക്കുമ്പോൾ വെളുത്തുള്ളി ഇട്ടെന്നും പറഞ്ഞു എല്ലാവരും കുറെ കമന്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. വെളുത്തുള്ളി ഇടൂലെന്നും പറഞ്ഞു. പക്ഷെ വെളുത്തുള്ളി ഇടാത്തവരാണ് കൂടുതലും പേര്. പക്ഷെ വെളുത്തുള്ളി ഇട്ടാൽ നല്ലതായി. നമുക്ക് ഈ പരിപ്പിന് ഗ്യാസ് കുറയും. ചിലർക്ക് പരിപ്പ് കൂട്ടിയാൽ വയറ് വീർത്തിരിക്കണതാണ്. ഞാൻ വെളുത്തുള്ളി എനിക്കിഷ്ടം കേട്ടോ വെളുത്തുള്ളി ഇട്ടിരിക്കണം. ഇന്ന് അതുകൊണ്ട് ഞാൻ വെളുത്തുള്ളി ഒന്നും ഇടാണ്ടാണ് സാമ്പാർ വയ്ക്കണത്. അപ്പൊ നമുക്ക് ഗ്യാസിൽ ഇത് കൊണ്ടുപോയി വെക്കാം കേട്ടോ. ഇതിന്റെ ഗ്യാസ് കത്തിച്ച് പരിപ്പ് അടപ്പത്ത് വെച്ച് ഇപ്പൊ പരിപ്പിലേക്ക് ഞാൻ 2 തണ്ട് വേപ്പില കഴുകിയത് ഊരിടാൻ ട്ടാ. 2 3 തണ്ട് നമ്മുടെ ഇഷ്ടത്തിനൊക്കെ ഇടാം കേട്ടോ. വേപ്പിലൊക്കെ ഒന്നും കുഴപ്പമില്ല. പിന്നെ മല്ലിയില എല്ലാവരും ലാസ്റ്റാണ് മല്ലിയില ഇടുന്നത്. പക്ഷെ ഞാൻ പരിപ്പ് വേവിക്കുമ്പോൾ മല്ലിയില ഇടാറുണ്ട്. എന്താ വെച്ചാൽ പരിപ്പിന്റെ കൂടെ നല്ല മണം ഒരു കിട്ടും. മല്ലിയില ഇട്ടൊക്കെ വേവിച്ചത് നല്ല ടേസ്റ്റ് ആയിരിക്കും. കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ മല്ലിയില കുറച്ചിങ്ങനെ കീറിയതാണ്. പിന്നെ പച്ചമുളക് സാമ്പാറിന് ചിലവർ ഇടും, ചിലവർ ഇടൂല. ഞാൻ ഇടാറില്ല. എന്നാലും ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി ആരെങ്കിലും പറഞ്ഞാലോ എന്ന് വിചാരിച്ചാൽ പച്ചമുളക് ഇടുന്നത്. സാമ്പാറിന് പച്ചമുളക് അങ്ങനെ ഇടാറില്ല. പച്ചമുളക് ഞാൻ വട്ടൊടിച്ചിട്ടുണ്ട്. സ്പൂൺ വേണ്ട, 1/2 സ്പൂണ് മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി ഇവിടെ കിടന്ന് വേവട്ടെ. പകുതി വേവാകുമ്പോൾ നമുക്ക് ഉപ്പിട്ടാൽ മതി. അല്ലെങ്കിൽ പെട്ടെന്ന് വേവൂല പരിപ്പിൽ ഉപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഒന്നതിൽ നമ്മൾ ഈ മണ്ണിന്റെ ചട്ടിൽ വെച്ചാൽ ഇച്ചിരി നേരം പിടിക്കും ചൂടായിട്ട് വരാൻ വേണ്ടിയിട്ട്. പിന്നെ സാമ്പാറിന്റെ കഷ്ണമൊക്കെ ഞാൻ ഇവിടെ അത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് എല്ലാം. അപ്പൊ ഞാൻ ഇന്ന് മേടിച്ചത് സാമ്പാറിന്റെ കിറ്റായിട്ടാണ്. അതിൻ്റെ അകത്ത് എല്ലാ കഷ്ണങ്ങളും എല്ലാം ഉണ്ട്. അപ്പൊ എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ പരിപ്പ് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഇട്ടാൽ മതില്ല. അപ്പൊ നേരത്തെ അരിഞ്ഞു വെച്ച് മത്തങ്ങയുണ്ട്, ചേനയുണ്ട്, കുമ്പളങ്ങയുണ്ട്, വഴുതനങ്ങയുണ്ട്, മുരിങ്ങക്കോലുണ്ട്, പിന്നെ എന്നിട്ട് കോവക്കയുണ്ട്, വെണ്ടയ്ക്കയുണ്ട്, ചേനയുണ്ട്, കായയുണ്ട്, അങ്ങനെ എല്ലാ സംഭവവും ഉണ്ട് കേട്ടോ. അത് അരിഞ്ഞ് വെച്ചേക്കണാണ്.
അപ്പൊ നമുക്കിത് വെന്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇട്ടാൽ മതി കേട്ടോ. ഇന്നലത്തെ ഉള്ളിക്കറി കൂട്ടി ഇത് ചോറ് എടുത്തിട്ട് സാമ്പാർ റെഡി ആയിട്ടില്ല, അവള് ക്ലാസ്സിൽ പോണായിരുന്നു, ചോറ് കൊണ്ട് പോകുമ്പോൾ. അപ്പൊ ദേ നമ്മുടെ പരിപ്പ് പകുതി വേവായിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് കഷ്ണം ഇടാം കേട്ടോ. അപ്പൊ നമ്മൾ ഈ കഷ്ണം കൂടി വേകുമ്പോൾ പരിപ്പ് കറക്റ്റ് വേവാവും, ഉടഞ്ഞ് പോകില്ല കേട്ടോ പരിപ്പ്. എന്നുവെച്ചാൽ അല്ലെങ്കിൽ പരിപ്പ് ഒടിഞ്ഞ് കുറവുറാന്നായിപ്പോൾ കഷ്ണം അങ്ങനെ തന്നെ കിടക്കുകയും ചെയ്യും. അപ്പൊ സാമ്പാർ വയ്ക്കുമ്പോൾ പരിപ്പ് എപ്പോഴും ഉടഞ്ഞ് അന്ന് വേവുകയും ചെയ്യണം, ഒടിഞ്ഞ് പോവുകയും ചെയ്യും. പരിപ്പ് കാണണം സാമ്പാറിൽ, അങ്ങനത്തെ സാമ്പാർ ടേസ്റ്റ്. ഇനിയിപ്പോൾ പരിപ്പ് അവിടെ കിടന്ന് അല്ല പരിപ്പും കഷ്ണവും കൂടി അവിടെ കിടന്ന് വേവട്ടെ. വെള്ളം കുറവുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി വെള്ളം കൂടി തിളപ്പിച്ച് വെള്ളം ഒഴിക്കണം കേട്ടോ. കയറി കഴിഞ്ഞ് പോകുമ്പോഴാണ് അവള് പോരാ തുടങ്ങണത് കേട്ടാ. കണ്ടില്ലേ ഞാൻ മസിലയിലൊക്കെ തുണി ഉണങ്ങാൻ വേണ്ടിട്ട് അലക്കിയിട്ടേക്കണതാ. ഗേറ്റിലൊക്കെ അപ്പൊ പോവാൻ നേരത്തെ ഇങ്ങോട്ട് എടുത്തിടാലാ. റൂബിക്കുട്ടിയെ നീ നോക്കിക്കണ ആരെ വണ്ടി പോകുമ്പോഴേക്കും അവിടെ പോരാ. അത്ര നേരം അവള് മിണ്ടൂല. ഉണ്ടോ ഞാൻ പറഞ്ഞില്ല, വണ്ടി പോകുമ്പോഴാണ് അവള് പോരക്കണത്. നമ്മുടെ സാമ്പാറിന്റെ കഷ്ണമൊക്കെ വെന്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് തുറന്നൊന്ന് നോക്കാം. കഷ്ണമൊക്കെ വെന്തിട്ടുണ്ട്. അപ്പൊ ദേ പരിപ്പ് ഉടഞ്ഞിട്ടില്ല, വെന്തിട്ടുണ്ട്. നല്ല ചൂട്. ഇത് കണ്ട പരിപ്പ് അതെ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് പുളി പിഴിഞ്ഞൊഴിക്കാം. അപ്പൊ പുളി വാളംപുളി കേട്ടോ. വാളംപുളി ദേ ഒരു ഇത്തിരി വെള്ളത്തിലെടുത്തിട്ടാണ്, ഒരു ചെറിയ ഉണ്ട, നമ്മുടെ ഒരു രാശിക്കടൊക്കെ ഒരു ഉണ്ടയില്ലേ, രാശിക്കാല വെച്ചും കൂടി മുഴുത്തത് എന്നിട്ട് പുളി എടുത്താൽ അത് നമ്മൾ ഒന്നരം കഷ്ണം സാമ്പാർ ഒന്നരം വയ്ക്കണം, അതനുസരിച്ചാണ് പുളിയൊക്കെ ഒഴിക്കണത്. അപ്പൊ ഞാനൊരു ചെറിയ ഉണ്ട എടുത്തത്, ഒത്തിരി പുളി ആയാലും സാമ്പാറിന് കൊള്ളൂല. അപ്പൊ നല്ലോണം അത് തിരുമ്മി പിഴിഞ്ഞ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് പുളിയും കൂടി ഒഴിക്കും കേട്ടോ. പുളി ഒഴിച്ച് ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ, കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നോക്കിയിട്ട് ഇട്ടാൽ മതി. ഉപ്പ് കൂടിപ്പോൾ വരും സാമ്പാർ ഓണസദ്യ. എന്നിട്ട് ഇളക്കി ഇതൊന്നും കൂടി തിളക്കട്ടെ. അപ്പൊ ഈ കഷ്ണം തമ്മയൊക്കെ പുളി ഉപ്പൊക്കെ പിടിക്കണ വരെ ഒന്ന് തിളക്കട്ടെ. അപ്പൊ അതേ പുളി ഉപ്പൊക്കെ ഇതൊന്ന് കഷ്ണത്തമ്മ പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഇത് ഇറക്കി വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് മല്ലിയും മുളകൊക്കെ വറുത്തിടണമല്ലോ. ഇറക്കി വെച്ച് ഞാനൊരു ചട്ടി അടുപ്പത്തോട്ട് വെച്ച്, അപ്പൊ ഇത് ചട്ടി ഒന്ന് ചൂടാവണം. നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചിട്ട് അപ്പൊ നമ്മൾ വെണ്ടയ്ക്കയും തക്കാളി അതിൻ്റെ കൂടെ ഇട്ട് വേവിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വെണ്ടയ്ക്കയും തക്കാളി സെപ്പറേറ്റ് വാട്ടിയെടുക്കാം, അല്ലെങ്കിൽ വെണ്ടക്ക നമ്മൾ അതിൻ്റെ അകത്തിട്ട് വേവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടഞ്ഞു പോകും. അപ്പൊ ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടാണ്. അപ്പൊ വെണ്ടക്ക ആദ്യം തന്നെ ഒന്ന് വാട്ടാം, എന്നിട്ട് തക്കാളി ഇട്ടാൽ മതി. തക്കാളി പെട്ടെന്ന് ഇതാവും. അപ്പൊ ചെറിയതായിട്ടൊന്ന് വാടിയാൽ മതി. അപ്പൊ ഈ വെണ്ടക്കയൊക്കെ അങ്ങനെ തന്നെ കിടക്കുകയും ചെയ്യും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെണ്ടക്ക ഒരു ചെറിയതായിട്ട് വാടിയപ്പോൾ ഞാൻ തക്കാളിയും കൂടി ഇട്ട് കൊടുത്തു. അപ്പൊ ഇത് രണ്ടും കൂടി ഞങ്ങൾ വാട്ടിയെടുക്കാം. ഇപ്പൊ നമ്മുടെ തക്കാളിയും വെണ്ടക്കയും വാടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ വാടിയത് ഇതിൻ്റെ അകത്തേക്ക് ഇടാറ്, നമ്മുടെ സാമ്പാറിന്റെ വേവിച്ചതിന് അതിൻ്റെ അകത്തേക്ക് ഇട്ടു. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് കടുകൊക്കെ വറുത്തിടാം. വെണ്ടക്ക വാട്ടിയ ചട്ടി തന്നെ ഞാൻ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിക്കായിട്ട് എൻ്റെ അകത്തോട്ട്. അപ്പൊ നമുക്ക് കടുക് വറുക്കാൻ വേണ്ടിയിട്ടാണ് ആ വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. അപ്പൊ നമുക്ക് എൻ്റെ അകത്തേക്ക് കുറച്ച് കടുക് എടുത്തിടാം. കുറച്ച് കടുക് ഇട്ട്, കുറെ കടുക് ഇട്ടൊന്നും വേണ്ട, കടുക് എനിക്കിഷ്ടം എല്ലാത്തിലും ഇടുന്നത്. ഉലുവ ഇതേപോലെ വാരിയിടരുത് കേട്ടോ, കടുക് ഇങ്ങോട്ട് ഉലുവ ഇടരുത്. അപ്പൊ കടുക് ഒന്ന് പൊട്ടട്ടെ, എന്നിട്ട് ഉലുവ ഇടാം. ഉലുവ അതെ ഇത്രയാണ് ഞാൻ ഇടണേ കേട്ടോ സാമ്പാറിന്. ഓക്കെ, ഒരു ചെറിയ സ്പൂണുമ ഒരു 1/4 സ്പൂൺ ഉണ്ടാവുള്ളൂ എനിക്കിത്, അത്ര മതി. അപ്പൊ നമ്മുടെ കടുക് പൊട്ടിക്കഴിഞ്ഞ് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാണ്. ആ ഉലുവ ഒന്ന് ബ്രൗൺ കളർ മൂക്കണം, ബ്രൗൺ കളറാവണം ഉലുവ, കരിഞ്ഞു പോകരുത്, ബ്രൗൺ കളറാവണം. അത് കഴിയുമ്പോൾ ഇതേ കറിവേപ്പില ഇടാണ്. അത് കഴിയുമ്പോൾ കൊല്ലമുളക് ഇവിടെ കീറി വെച്ചിട്ടുണ്ട് 3 അതുകൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ കൊല്ലമുളകൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് മല്ലിപ്പൊടി, ചിലർ മല്ലിപ്പൊടി ഇടൂല കേട്ടോ സാമ്പാറിൽ,
പക്ഷെ മല്ലിപ്പൊടി കുറച്ചെങ്കിലും ഇടണം. ഒരു 1.5 സ്പൂണ് മല്ലിപ്പൊടി ഇടാം കേട്ടോ നമുക്ക്. അത് സാമ്പാർ പൊടി ഇടുന്നതല്ലേ. അപ്പൊ തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ നമ്മൾ ഇതൊക്കെ ചെടുങ്ങ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പൊ സാമ്പാർ പൊടി ഇടുമ്പോൾ അതിൻ്റെ അകത്ത് എരിവുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ എരിവുണ്ടാവും, ചെറിയ എരിവ് ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് കുറച്ച് മുളക് പൊടിയും കൂടി ഇടാണ്. ഒരു 3/4 സ്പൂണ് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് അതുകൂടി മൂത്ത് കഴിയുമ്പോൾ ഒരു മിനിറ്റ്. അപ്പൊ മുളക് പൊടി മൂത്തേമ്മ എൻ്റെ അടുത്തേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കും. ഈ സാമ്പാർ പൊടിയായിട്ട് ഇടുന്നത് നമ്മളിതേ കുറച്ച് സാമ്പാർ പൊടി ഇട്ട് കൊടുക്കാണ്. ഒരു 3 സ്പൂണ് സാമ്പാർ പൊടി ഇട്ടിട്ടുണ്ട്. നമുക്ക് സാമ്പാർ പൊടി നമുക്ക് നോക്കാം. സാമ്പാർ പൊടി നമ്മൾ ഇട്ടിട്ട് കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് തിളക്കട്ടെ. ഇത് തിളച്ചട്ടാ. അപ്പൊ നമ്മള് തിളച്ച് കഴിയുമ്പോൾ നമ്മള് ഇതിൻ്റെ തൊട്ട് സാമ്പാർ കഷ്ണം വേവിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്തൊഴിക്കും കേട്ടോ. എൻ്റെ കയ്യിലൊരു തോർത്താണ് ഇരിക്കുന്നത്, അതിലും കുഴപ്പമില്ല. അതിൽ മുട്ടി ഒരു മിനിറ്റ്. അപ്പൊ ഞാൻ ഇതെടുത്ത് നമ്മുടെ സാമ്പാർ കഷ്ണത്തിലേക്ക് ഒഴിക്കാൻ കേട്ടോ. ഒഴിച്ച് നമുക്ക് അടുപ്പിൽ കിടത്തി. എന്റെ തല മുട്ടി. ആളി കത്തിയാണ്ടാത്തി. അതെന്താ ഇത് തോർത്തിന്റെ തുമ്പാണേ ഇത് വഴി. അപ്പൊ അങ്ങനെ നമ്മുടെ സാമ്പാർ തിളക്കണം. ഈ സാമ്പാറിലൊക്കെ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ശർക്കര വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇന്നലെ ഞാൻ ഉള്ളിക്കറി അവിടെ വെച്ചപ്പോ എൻ്റെ കയ്യിൽ ശർക്കര ഉണ്ടല്ലോ. നമ്മൾ വീട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് എല്ലാ സംഭവം ചെറിയ ചെറിയ സംഭവത്തിനും നമ്മൾ കാശ് കൊടുത്ത് കടയിലാകുമ്പോൾ മേടിക്കേണ്ട ഒരു മേളില്. അതുകൊണ്ട് ഇവിടെ എല്ലാവരും ഇരിക്കണ കാരണം നമുക്ക് അതിൻ്റെ അകത്ത് കുറച്ച് ശർക്കരയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മളിനി ഇതിന് ഉപ്പൊക്കെ ഉണ്ടോന്ന് നോക്കട്ടെ. ഉപ്പ് എല്ലാനും ഉണ്ട്. സാമ്പാർ പൊടിയും കറക്റ്റാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇച്ചിരി കായപ്പൊടി ഇവിടെ ഇരിപ്പുണ്ട്, കായം ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കായപ്പൊടി നമ്മൾ ഇതിൻ്റെ അകത്തൊക്കെ ഇട്ട് കൊടുക്കണം. കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ കായപ്പൊടി. അതന്നെ ഇവിടെ കുറച്ച് മല്ലിയില ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. മല്ലിയില നമുക്ക് സാമ്പാറിന് അധികം ഇട്ട് കൊടുക്കാം, നല്ല ടേസ്റ്റാണ് സാമ്പാറിന്. ഞാൻ പരിപ്പിലൊക്കെ ഇട്ട് വേവിച്ചത്. അപ്പൊ ഇച്ചിരിയും കൂടി നമുക്ക് കുരുന്ന് അരിഞ്ഞോ ഇങ്ങനെ കീറിയോ ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മളിത് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് ഇതൊന്ന് തിളക്കട്ടെ. ഇവിടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. നല്ല മണമൊക്കെ വന്നിട്ടുണ്ട്. കായത്തിന്റെയും മല്ലിയിലയുടെ ഒക്കെ സാമ്പാർ നല്ല മണമുള്ള സാമ്പാറൊക്കെ റെഡിയായി. നല്ല സാമ്പാറായിട്ടാ. ഇത് നോക്കിക്കേ, വേണ്ട കഷ്ണമൊക്കെ അങ്ങനെ തന്നെ കിടപ്പുണ്ട്. പരിപ്പൊക്കെ ഉടഞ്ഞിട്ടില്ല, നല്ല കുഴമ്പം പാകത്തിനായിട്ട് കിട്ടിയിട്ടുണ്ട് സാമ്പാർ. അപ്പൊ നല്ല ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. അപ്പൊ ഈ മണ്ണിന്റെ കലത്തില് വച്ചാൽ എന്താ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാമ്പാറിന് കുറച്ച് ടേസ്റ്റും കൂടും. സാമ്പാർ പെട്ടെന്ന് ചീത്തയാവൂല. നമുക്കിപ്പോ ഇന്നെടുത്തിട്ട് രാവിലെ വെക്കുന്ന സാമ്പാറാണെങ്കിൽ വൈകുന്നേരം ചൂടാക്കിയില്ലെങ്കിലും മണ്ണിന്റെ കലത്തിൽ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് നാളെ രാവിലെ ചൂടാക്കിയാൽ മതി. ഇന്ന് ചൂടാക്കണമെന്നില്ല. ആ സമയത്ത് നമ്മൾ കുക്കറിൽ വെക്കണൊക്കെ സാമ്പാറാണെങ്കിൽ നമ്മൾ ഇന്ന് രാവിലെ വെച്ചാൽ വൈകുന്നേരം ഒന്ന് ചൂടാക്കി വെക്കണം, അല്ലെങ്കിൽ അത് ചീത്തയായി പോകും, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കേണ്ടി വരും. ഇത് മണ്ണിന്റെ കലത്തിലാകുമ്പോൾ നമ്മൾ ഒരിക്കലും ചീത്തയായി പോകില്ല. അത് നമുക്ക് നാളെ രാവിലെ എന്തെങ്കിലും എടുത്ത് ചൂടാക്കിയിട്ട് നമ്മൾ കഴിക്കുക. ഇരിക്കണമെന്നും സാമ്പാർ നല്ല ടേസ്റ്റ് കൂടിക്കൊണ്ടിരിക്കും. മണ്ണിന്റെ കലത്തിലെ പ്രത്യേകത അതാണ്. അപ്പൊ അതേപോലെ തന്നെ നമ്മൾ ഈ സാമ്പാർ വച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അടപ്പ് വെച്ച് മൊത്തമായിട്ട് മൂടി വെക്കരുത്. സാമ്പാർ കുറച്ച് ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് അതിൻ്റെ ചൂടെല്ലാം പുറത്തോട്ട് പോയി കഴിഞ്ഞിട്ട് വേണം മൂടി വെക്കണമെങ്കിൽ, അല്ലെങ്കിൽ സാമ്പാർ പെട്ടെന്ന് ചീത്തയായി പോകും. അങ്ങനെ അടച്ച് മൂടി വെച്ചാൽ സാമ്പാർ പെട്ടെന്ന് ചീത്തയായി പോകും. അപ്പൊ കുറച്ച് തുറന്ന് വെക്കുകയാണെങ്കിൽ സാമ്പാർ പെട്ടെന്ന് ചീത്തയായി പോകില്ല. അപ്പൊ ഇങ്ങനെ സാമ്പാർ കുറച്ച് ഇങ്ങനെ നീക്കി വെക്കണം. സാമ്പാറല്ല, അടപ്പ് കുറച്ച് നീക്കി വെക്കണം, ചൂടൊക്കെ പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് തിളക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ വെച്ച സാമ്പാർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് എഴുതണം. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ ബൈ.